നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പുതിയ സ്റ്റോറിയാണ് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ അപ്കമിങ് എപ്പിസോഡുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടതിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ട് അലീന ആരാണെന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ബാലചന്ദ്രനാണെന്നുള്ളത്. ബാലചന്ദ്രൻ അങ്ങനെ ആകെ തകർന്നു പോവുകയാണ്. നമ്മൾ നോവലിൽ വായിച്ചതുപോലെയാണെങ്കിൽ രേവതിക്കുട്ടി ഒരു കത്ത് എഴുതുന്നതും ആ കത്തിലൂടെയാണ് ബാലചന്ദ്രൻ അറിയുന്നത്. ഇനി ഒരു പക്ഷേ ഇപ്പോൾ കാലമൊക്കെ മാറിയത് കൊണ്ട് പണ്ടത്തെ നോവലായിരുന്നല്ലോ, ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ അതിപ്രസരം കൊണ്ട് ഒരു പക്ഷേ മൊബൈലിലൂടെയുള്ള ഒരു തിരിച്ചറിവായിരിക്കാം ബാലചന്ദ്രൻ അറിയാനായിട്ട് പോകുന്നത് കേട്ടോ. രേവതിക്കുട്ടിയുടെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് മെസ്സേജ്, വാട്സപ്പ് മെസ്സഞ്ചറിലുള്ള ഒരു വോയിസ് SMS ആയിരിക്കാം ബാലചന്ദ്രൻ ആ സത്യം തിരിച്ചറിയാൻ പോകുന്നത്. എങ്ങനെയാണെങ്കിലും ബാലചന്ദ്രൻ ആ സത്യം തിരിച്ചറിയാട്ടോ. ആദ്യമായിട്ട് അലീനയെ കുറിച്ചുള്ള രഹസ്യം തിരിച്ചറിയുന്നത് ബാലചന്ദ്രനാണ്. ആകെ തകർന്നു പോവുകയാണ് ബാലചന്ദ്രൻ. ഇങ്ങനെ ഒരു പെണ്ണിനെയാണ് തൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത് എന്നോർത്തിട്ട് ബാലചന്ദ്രന് തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുക കേട്ടോ. കാരണം ഒരു വലിയ വീട്ടിലെ പെണ്ണാണ് എന്ന് ഉള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം അതുമാത്രമല്ല, ആ വീട്ടിലെ വെറും ഒരു ആശ്രിതൻ്റെ മകൻ കൂടിയായിരുന്നു ബാലചന്ദ്രൻ. മുത്തശ്ശി നേരത്തെ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ വീട്ടിലെ ഒരു ആശ്രിതൻ്റെ മകനാണ് ബാലചന്ദ്രൻ. ജോലിക്ക് വരുമ്പോഴൊക്കെ അടുക്കള ഭാഗത്തിരുന്നാണ് ബാലചന്ദ്രന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ. അങ്ങനെയുള്ള ഒരു ബാലചന്ദ്രന് ഈ ഒരേ ഒരു മകളെ എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന് അലീന ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ വലിയ കഥയാണ് കുഞ്ഞെ, അതൊക്കെ പിന്നീട് പറയാമെന്ന് മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിലുള്ള സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വൈജയന്തി ഒന്ന് വിവാഹത്തിന് മുൻപ് ഒരു ആളെ പ്രണയിക്കുകയും അയാളിൽ നിന്നൊരു കുഞ്ഞിന് ജന്മം നൽകുകയും ഒക്കെ ചെയ്ത സംഭവം കൊണ്ട് എത്രയും പെട്ടെന്ന് പിടിച്ചു കെട്ടിച്ചതാണ് ബാലചന്ദ്രനുമായിട്ട്. ബാലചന്ദ്രനാണെങ്കിൽ അന്നത്തെ കാലത്ത് ആ വലിയ വീട്ടിലെ ഒരു ബന്ധം കിട്ടിയ ആ രീതിയിൽ അങ്ങനെ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. വൈജയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ബാലചന്ദ്രൻ കേട്ടോ. അതുകൊണ്ടുകൂടിയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ വൈജയ്ക്ക് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ബാലചന്ദ്രനോട് പണ്ടും, വേറൊരു പ്രണയം ഉണ്ടായിരുന്നത് കൊണ്ട്. പക്ഷേ അവരുടെ വിധി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിവാഹത്തിലേക്ക് തന്നെ എത്തിച്ചു. എന്താണെങ്കിലും ബാലചന്ദ്രനെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം ഇതാണ്. അപ്പോൾ ബാലചന്ദ്രനെ ഉറപ്പിക്കുകയാണ്, എന്നോടൊരു ചതിയാണ് ചെയ്തേക്കുന്നത് എല്ലാവരും. ഒരു തവണ പ്രസവിക്കും, വിവാഹത്തിന് മുൻപ് പ്രസവിച്ച ഒരു പെണ്ണിനെയാണ് തൻ്റെ തലയിൽ കെട്ടിവെച്ചത്. അപ്പോൾ ഇക്കാരണത്താലാണ് എന്താ പറയുക, നമ്മുടെ മുത്തശ്ശൻ, അതായത് കുഞ്ഞിരാമൻ മേനോൻ തിരുവനന്തപുരത്ത് പോയിട്ട് ഇവളെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ പുറകിലെ സത്യാവസ്ഥയും ഇതാണ് എന്നുള്ളത് ബാലചന്ദ്രൻ ആ സമയത്ത് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പിന്നീട് ബാലചന്ദ്രൻ അലീനയെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. അപ്പോൾ അലീനയാണെങ്കിൽ ആകെ പേടിച്ച് വരേണ്ട നിൽക്കുകയാണ്. സാർ, ഞാൻ നിങ്ങളെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നത് നിങ്ങളുടെ കുടുംബം നശിപ്പിക്കാനൊന്നുമല്ല എന്നൊക്കെ പറയട്ടോ. ബാലചന്ദ്രൻ പറയുന്നത്, പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങളിവിടെ സ്വസ്ഥമായി സമാധാനമായി ജീവിച്ചു പോവുകയല്ലായിരുന്നു, ആ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. എന്താണെങ്കിലും നീ വന്നതുകൊണ്ട് എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാൻ പറ്റി. അല്ലെങ്കിൽ ഒരു മണ്ടനായിട്ട്, ഒരു പൊട്ടനായിട്ട്, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത, കഥ എന്തെന്നറിയാതെ ആട്ടം കാണുന്ന ഒരു മണ്ടനായിട്ട് ഞാൻ എൻ്റെ ജീവിതം തീർന്നു പോയേനെ. നീ വന്നതുകൊണ്ട് എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാൻ പറ്റി. അതിലെന്തായാലും നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയെ ഒന്ന് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ സങ്കടം കൊണ്ട് കരച്ചിലും ഒക്കെ വന്നേക്ക്. പിന്നീട് ബാലചന്ദ്രൻ തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ബാലചന്ദ്രന് പാവം തോന്നുകയാണ്. കാരണം അലീന എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് വൈജയും അതിന് കാരണക്കാരനായ വ്യക്തിയുമാണ്. അലീനയല്ലല്ലോ ഒരിക്കലും തെറ്റുകാരി. അപ്പോൾ അലീനയോടൊരു പാവം തോന്നുകയാണ്. അങ്ങനെ എന്താണെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ മറന്നേക്ക്, ക്ഷമിച്ചേക്ക്. അയ്യോ സാർ, എന്നോട് ക്ഷമ ചോദിക്കൊന്നും വേണ്ട, ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നത് ഞാനാണ്. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം സാർ എന്നൊക്കെ പറയുമ്പോൾ, നീ എങ്ങോട്ട് പോവാനാ? ഇത് നിൻ്റെ വീടാണ്, നിനക്ക് കൂടി അവകാശപ്പെട്ട വീടാണ് എന്ന് തന്നെ കരുതി നീ ഇവിടെ തന്നെ താമസിക്കണം. എല്ലാ അധികാരത്തോടും ആണ് നീ ഇവിടെ താമസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രന് ഫുൾ സപ്പോർട്ട് കൊടുക്കാട്ടോ അലീനയ്ക്ക്. അലീനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും മറന്നു പോവാണ്. കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിയുന്ന സമയത്ത് എന്താണെങ്കിലും ഇങ്ങനെ ഒരു പ്രതികരണമല്ല പ്രതീക്ഷിച്ചത്. അപ്പോൾ അത് ബാലചന്ദ്രൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അയാൾ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാണ്. അലീനയ്ക്ക് അപ്പോൾ ഒരു ആശ്വാസം തോന്നുകയാണ്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, അവൾ നിനക്ക് അമ്മയാണെങ്കിൽ ഞാൻ നിനക്ക് അച്ഛനാണ്. ഞാൻ എപ്പോഴും നിന്നെ ഒരു മകളുടെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. വൈജ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ ഉന്നയിച്ചപ്പോഴും
ഞാൻ അതിലൊന്നും പ്രതികരിക്കാതിരുന്നത്. എനിക്കറിയാം ഞാൻ നിന്നെയാണ് എങ്ങനെയാണ് കാണുന്നതെന്നും അതുപോലെ നീ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്നും എനിക്കറിയാം. അന്നും മോശമായിട്ടുള്ള രീതിയിൽ നീ എന്നോട് സംസാരിക്കുക, എൻ്റെ അടുത്ത് ഇടപഴകുകയോ ചെയ്തിട്ടില്ല. ഞാൻ നിന്നോടും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ബബിതയെ പോലെ, എൻ്റെ കൃഷ്ണമോളെ പോലെ തന്നെയാണ് നിന്നെയും കാണുന്നത്. അതുകൊണ്ട് ഇനി എന്താണെങ്കിലും ആ സ്ഥാനത്ത് തന്നെയാണ് നിന്നെ ഞാൻ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത്, നിൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ ഇനി നിൽക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കട്ടോ. അലീന ആകെ അന്തം വിട്ടു പോവാണ്. കാരണം ഒരിക്കലും ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത് ബാലചന്ദ്രനിൽ നിന്ന്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രന് പിന്നീട് ചെറുതായിട്ടൊരു മൈനർ അറ്റാക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതും ഹോസ്പിറ്റലിൽ കെയർ ചെയ്യുന്നതൊക്കെ അലീനയാണ്. അതൊക്കെ വൈജയന്തിക്ക് പിന്നീട് സംശയം ഉണ്ടാക്കട്ടോ. വൈജയന്തി എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വൈജയന്തിയുടെ വിചാരം അലീനയും ബാലചന്ദ്രനുമായിട്ട് വഴിവിട്ടൊരു ബന്ധമുണ്ടെന്നുള്ള രീതിയിലാട്ടോ ആ സമയത്തൊക്കെ. പക്ഷെ ആ സമയത്തൊക്കെ ബാലചന്ദ്രൻ അറിയാം ഇത് വൈജയന്തിയുടെ മകളാണ് എന്നുള്ളത്. അങ്ങനെ ബാലചന്ദ്രൻ ആ സത്യം അലീനയോടൊക്കെ പറഞ്ഞല്ലോ. അലീനയോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നീട് നമ്മൾ മനുവിൻ്റെ അടുത്ത് പറയുന്ന ഒരു എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് മനു സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി മുത്തശ്ശിയാണ് ഇത് അടുത്തതായിട്ട് അറിയാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും അലീനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം, സുഖമാണോ, ഇപ്പോൾ എങ്ങനെയുണ്ട്, കാലിൻ്റെ ഇതൊക്കെ മാറിയല്ലോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഏകദേശം നടക്കാറൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്തൊക്കെ മുത്തശ്ശിക്ക് ഏകദേശം പിടിച്ച് നടക്കാനുള്ള ഒരു അവസ്ഥയൊക്കെ വരും കേട്ടോ. കാരണം നമ്മുടെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അങ്ങനെ കാലൊക്കെ ഒന്ന് ശരിയായി വരികയായിരുന്നു. ഇവളുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവളെ എനിക്ക് കൊണ്ടുവന്ന് തന്നതിന് മനുവിനോടും അതുപോലെ നിന്നോടും ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയാട്ടോ മുത്തശ്ശി. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നോടല്ല നന്ദി പറയേണ്ടത്, അമ്മയുടെ ഭർത്താവിനോടാണ്, മരിച്ചുപോയ കുഞ്ഞിരാമൻ മേനോനില്ലേ അയാളോടാണ് നന്ദി പറയേണ്ടത്. പിന്നെ വൈജയോടും എന്ന് പറയട്ടോ. വൈജ എന്ത് ചെയ്തു ഇതിൽ? വൈജയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ. ആ വൈജ കാരണമാണ് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ ആരും വിചാരിക്കുന്ന കാരണമൊന്നുമല്ല, വൈജ കാരണമാണ് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയട്ടോ. നീ എന്താ ബാല ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം അമ്മേ, എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്? നിങ്ങൾ എന്തുകൊണ്ടാണ് വൈജ എനിക്ക് വിവാഹം കഴിച്ചു തന്നത്? ഒട്ടും താല്പര്യമില്ലായിരുന്ന ബന്ധമാണല്ലോ. എനിക്ക് വൈജയോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഇഷ്ടം പറഞ്ഞപ്പോൾ വൈജ തന്നെ എൻ്റെ മുഖത്ത് ആട്ടിയതാണ്, അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നീട് നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം ആലോചിച്ച് ചെന്ന സമയത്തും എൻ്റെ അച്ഛന് ഒരുപാട് അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നല്ലോ സംസാരിച്ചത് ഞാൻ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ. അങ്ങനെ എന്തുകൊണ്ടാണ് പിന്നീട് എനിക്ക് വൈജയെ വിവാഹം കഴിച്ചു തന്നത്? അന്ന് ഞങ്ങളെ അപമാനിച്ച് ഇറക്കി വിട്ടതാണല്ലോ, കുടുംബത്തിന് ചേർന്ന ബന്ധമല്ല എന്നും പറഞ്ഞിട്ട് എന്നൊക്കെ ചോദിക്കണം. അത് ബാല പിന്നീട് ആലോചിച്ചപ്പോൾ നിന്നെപ്പോലെ ഒരാളെ അവൾക്ക് നിന്നേക്കാളും നല്ലതായിട്ട് ഒരാളെ അവൾക്ക് കിട്ടാനില്ല, അതുകൊണ്ടല്ലേ അന്ന്. അതുകൊണ്ടൊന്നല്ല അമ്മ എന്നോട് എന്തിനാ വിളിക്കുന്നത്? വൈജയ്ക്ക് മുൻപ് ഒരു പ്രണയം ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കട്ടോ. അത് കേട്ടിട്ട് മുത്തശ്ശിയാകെ ഞെട്ടിപ്പോവാട്ടോ. ഇത്രയും കാലമായിട്ട് ആരും പറയാത്ത, ആരും അറിയിക്കാത്തൊരു കാര്യം ബാലൻ ഇപ്പോൾ ഇത് എവിടുന്ന് അറിഞ്ഞു എന്നുള്ള രീതിയിൽ നിൽക്കട്ടോ. അമ്മ എന്താ വിചാരിച്ചത്? ഒരിക്കലും ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ലെന്നാണോ വിചാരിച്ചത് എന്ന് പറയട്ടോ. അത് ബാല അന്ന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അവൾക്ക്, പക്ഷേ അത് നടക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കി കളഞ്ഞു എന്ന് പറയട്ടോ. ചെറിയൊരു ബന്ധം മാത്രമായിരുന്നു അമ്മയത്, അതോ അതിലപ്പുറം വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കാട്ടോ. എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ബാലൻ ചോദിക്കുന്നത്. അത് ബാല നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവർ തമ്മിൽ ഏതോ ഒരുത്തനുമായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്നൊക്കെ അവളെ വിട്ടു കൊണ്ടുവന്നത് ഗംഗാധരനാണ് എന്ന് പറയും, മൂത്ത സഹോദരനാണെന്ന് പറയട്ടോ. അങ്ങനെ പിന്നീട് അവളെ അതിലേക്കൊന്നും കൊണ്ടുപോവാതെ വേഗം വിവാഹം കഴിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ അമ്മയെ സംഭവിച്ചത്. ഗംഗാധരേട്ടൻ്റെ വീട്ടിൽ ഇവൾ കുറേ നാൾ താമസിച്ചിട്ടില്ലേ, അതെന്തിനായിരുന്നു എന്ന് ചോദിക്കട്ടോ. അത് അവൾ ആ പ്രണയത്തിൽ നിന്ന് ഊരിയെടുത്ത് കൊണ്ടുപോയതാന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ അമ്മ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? അവളെ അവിടെ കൊണ്ടുപോയത് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടല്ലേ, അതുകൊണ്ടല്ലേ ആ ഒരു 1.5 വർഷത്തോളം അവളെ അവിടെ താമസിപ്പിച്ചതെന്ന് ചോദിക്കണം. അത് കേട്ടിട്ട് മുത്തശ്ശി ആകെ പെട്ടുപോവാട്ടാ, ഞെട്ടിപ്പോവാണ്. ബാല നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞു അമ്മ, എനിക്കെല്ലാം അറിയാം, എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ അമ്മയോട് സംസാരിക്കുന്നത്. അമ്മ എന്താ കരുതിയത്? സത്യം എല്ലാ കാലത്തും മൂടി വെക്കാമെന്നോ? എന്നാണെങ്കിലും അതൊക്കെ ഒന്ന് പുറത്തു വരും, ദേ ഈ രൂപത്തിൽ എന്ന് പറഞ്ഞിട്ട് അലീനയെ കാണിക്കട്ടോ. ഈ രൂപത്തിലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ബാല, നീ എന്താ ഈ പറയുന്നത്? അമ്മ എന്താ കരുതിയത് അലീനയെക്കുറിച്ച്? കുഞ്ഞിരാമൻ മേനോന് ചുമ്മാ തിരുവനന്തപുരം പോയി ഒരു പെൺകുട്ടിയെ ഹോം നേഴ്സായിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണെന്നോ? ഒരിക്കലും അല്ല. അന്നേ ഞാൻ മനുവിനോട് സംശയം പറഞ്ഞതാണ്. ഇത്രയും പിശുക്കനായിട്ടുള്ള, ഒറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത ഗംഗാധരൻ മേനോൻ അല്ല
കുഞ്ഞിരാമൻ മേനോൻ എങ്ങനെ ഇവിടെ വരെ വന്ന് ഇവിടെ ചാരിറ്റി ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരില്ല. അതും അല്ല, ഇവിടുന്ന് ആ പെണ്ണിനെ ഹോം നേഴ്സായിട്ട് ഇവിടുന്ന് തന്നെ ആ തിരുവനന്തപുരത്ത് നിന്നുള്ള ആ പെൺകുട്ടിയെ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ ഒരു നിഗൂഢതയില്ലെന്ന് അന്ന് തന്നെ ഞാൻ മനുവിനോട് ചോദിച്ചതാണ് എന്നൊക്കെ പറയട്ടെ. പിന്നീട് മനു എന്നോട് കുറച്ച് സത്യങ്ങളും കൂടി പറഞ്ഞു. ശരിക്കും അലീനയെ ഹോം നേഴ്സായിട്ട് കൊണ്ടുവന്നതല്ല, മുത്തശ്ശൻ അതായത് അച്ഛൻ ദത്തെടുത്ത് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് കേട്ടിട്ട് മുത്തശ്ശി ഞെട്ടിപ്പോണ്. ദത്തെടുക്ക് എന്തിന് എന്ന് ചോദിക്കട്ടോ. അതിനൊക്കെ ഉള്ള കാരണമാണ് അമ്മയോട് ഞാൻ ഇത്രയും നേരം ചോദിച്ചുകൊണ്ടിരുന്നത്. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, അമ്മ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്, ഒരു 1.5 വർഷത്തോളം ഗംഗാധരേട്ടൻ്റെ വീട്ടിൽ വൈജയെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയില്ലേ, ആ കുഞ്ഞിനെയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞ സ്ത്രീ നടത്തുന്ന ഓർഫനേജിൽ കുഞ്ഞിരാമൻ മേനോനും ഗംഗാധരൻ മേനോനും കൂടി കൊണ്ടുപോയി കൊടുത്തത്. ആ കുഞ്ഞാണ് അമ്മയുടെ മുന്നിൽ നിൽക്കുന്ന ഈ അലീന എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് മുത്തശ്ശി ആകെ ഷോക്കാവണം. ഞാൻ എന്താ ഈ കേട്ടത്, അലീന തൻ്റെ വൈജയുടെ മകളാണെന്നോ? ആകെ സന്തോഷമാണോ സങ്കടമാണോ ഞെട്ടലോ ഒക്കെ ആകെ കൂടെ ഒരു അമ്പരപ്പാട്ടോ മുത്തശ്ശിക്ക്. ബാല, നീ പറയുന്നത് സത്യമാണ്, ദേ മുന്നിൽ നിൽക്കല്ലേ, ചോദിച്ചു നോക്കുമെന്ന് പറയട്ടോ. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണേ. അതൊക്കെ ഞാൻ അറിഞ്ഞു, ഇവളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവൾക്ക് എല്ലാം അറിയാം, ഇവളുടെ അമ്മയുടെ അടുത്താണെന്നും അവളുടെ മുത്തശ്ശിയാണ് നോക്കുന്നതെന്നും ഒക്കെ അവൾക്ക് അറിയാം. എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് അവൾ ഇവിടെ വേലക്കാരിയായിട്ട് നിൽക്കുന്നതെന്ന് പറയട്ടോ. മുത്തശ്ശി ആകെ തകർന്നു പോവാണ് ഈ ന്യൂസ് കേട്ടിട്ട്. തൻ്റെ മകളുടെ കുഞ്ഞാണ് ഒരു അനാഥയായിട്ട് ഇത്രയും നാൾ വളർന്നു, അതും അല്ലാഞ്ഞിട്ട് അതേ വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടിൽ തന്നെ ഒരു വേലക്കാരിയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നത് എന്തൊരു ഗതികേടാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. വൈജയ് എന്തായാലും ഇക്കാര്യം അറിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ബാലൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ പറയാതെ ഈ കാര്യം മറ്റൊരാൾ അറിയാൻ പാടില്ല, കാരണം ഇത്രയും നാൾ നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചു. ഇനി ഞാൻ പറയും എന്താണ് ഇവിടെ നടക്കേണ്ടതെന്ന്. ഒരിക്കലും വൈജ ഈ കാര്യം അറിയരുത് എന്ന് തന്നെ പറയാട്ടോ ബാലചന്ദ്രൻ മുത്തശ്ശിയോട്. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ അലീനയെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അലീനയാണെങ്കിൽ കരച്ചിലാണ്. മോളെ നീ എന്ന് പറയുമ്പോൾ, അതേ മുത്തശ്ശി, എനിക്ക് എല്ലാം അറിയാമായിരുന്നു. അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മുത്തശ്ശൻ എന്നെ കാണാൻ വന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ആ മുത്തശ്ശിൻ്റെ മകളുടെ മകളാണ് ഞാനെന്നുള്ളത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയില്ലല്ലോ. മുത്തശ്ശി ഒരിക്കൽ പറഞ്ഞില്ലേ അവളുടെ മാഡത്തിൻ്റെ മാഡമല്ല, സോറി, അമ്മ അങ്ങനെ വിളിച്ച് ശീലിച്ചതുകൊണ്ടാണ് എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ അതിന് ഒരു ദിവസം വരുമല്ലോ, എന്നെ അമ്മേ എന്ന് വിളിച്ചോ എന്ന് മാഡം തന്നെ പറയുന്ന ഒരു ദിവസം വരും. അന്ന് മാത്രമേ ഞാൻ അമ്മ എന്ന് പറയുള്ളൂ എന്ന് പറയാട്ടോ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അന്നാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ മകളുടെ മകളാണ് ഞാൻ എന്നുള്ളത് എന്ന് പറയാട്ടോ. മുത്തശ്ശി ഒരിക്കൽ പറഞ്ഞില്ലേ വൈജയുടെ മാഡത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തം ഉണ്ട് എന്നുള്ളത്, അതൊക്കെ ഇതാണെന്ന് എനിക്ക് ഊഹിച്ചെടുക്കാമായിരുന്നു എന്നൊക്കെ പറയണം. അങ്ങനെ എന്തായാലും മുത്തശ്ശി അറിഞ്ഞിരിക്കുകയാണ് വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം. പിന്നീട് അങ്ങോട്ട് ശരിക്കും കൊച്ചുമോൾ മുത്തശ്ശി തമ്മിലുള്ളൊരു സ്നേഹബന്ധം തന്നെയാട്ടോ അവർ. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, കൊച്ചുമോളെ പോലെ തന്നെയാണ് മുത്തശ്ശി കാണുന്നത്. കൊച്ചുമക്കളെക്കാളും കൂടുതൽ സ്നേഹം തന്നെയാണ് അലീനയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ മുത്തശ്ശി. അപ്പോൾ എന്താണെങ്കിലും മുത്തശ്ശി അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവരുടെ സ്നേഹവും കരുതലൊക്കെ പ്രത്യേകിച്ചും നല്ല രീതിയിലായിരിക്കും. പിന്നീട് മനുവിനെ വിളിച്ച് സംസാരിക്കും. മനു ഏതായാലും എല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇവരൊക്കെ ഒരു സെറ്റാവും കേട്ടോ. മുത്തശ്ശിയും അലീനയും മനുവും ബാലചന്ദ്രനും കൂടി ഒരു സെറ്റായിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത്. കാരണം ഇവർ 4 പേരാണ് സത്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാവരും അറിയാൻ പോകുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാണ് വൈജയന്തിയും ഒക്കെ അറിയാനായിട്ട് പോകുന്നത്. പിന്നെ മക്കളൊക്കെ ഏകദേശം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നുണ്ട് കേട്ടോ. ബബിതയാണെങ്കിലും അതുപോലെ രോഹിത്തും ഒക്കെ അറിയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ശേഷം ഏറ്റവും ലാസ്റ്റാണ് വൈജയന്തി ഇതൊക്കെ അറിയാനായിട്ട് പോകുന്നുണ്ടോ. അപ്പോഴേക്ക് വൈജയന്തിയുടെ സമനിലൊക്കെ തെറ്റുന്ന ഒരു തരത്തിലേക്ക് പോകും. അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോരുത്തരും അറിയുന്ന രംഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ രേവതിക്കുട്ടിയുടെ ജീവിതത്തിലും ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതുപോലൊരു അപ്കമിങ് സ്റ്റോറിയൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.